അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അവിശ്വാസികൾ ഇപ്പോൾ നിഷേധത്തിൻ്റെ മർക്കടമുഷ്ടിയിൽ തന്നെയാണുള്ളതെങ്കിലും വഴിയെ അവർ തങ്ങൾ മുസ്ലിങ്ങളായി സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പലപ്പോഴും കൊതിച്ചു പോവുക തന്നെ ചെയ്യും. അവരിപ്പം ഉപദേശങ്ങളും ദൃഷ്ടാന്തങ്ങളും വിലവെക്കാതെ അവർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും മരണവേളയിലും ഖിയാമത്ത് നാളിലെയും വിചാരണവേളയിലെയും ഭയങ്കരതകൾ അനുഭവപ്പെട്ടുമ്പോഴും സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്കും അവിശ്വാസികളെ നരകത്തിലേക്കും തിരിക്കുമ്പോഴും നരകത്തിലെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുമ്പോഴും സത്യവിശ്വാസികളായ പാപികളുടെ നരകശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ ശേഷം അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് കാണുമ്പോഴും അങ്ങനെ പല അവസരങ്ങളിലും അവിശ്വാസികൾ അപ്രകാരം കൊതിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പല ഖുർആൻ വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും അവരിപ്പോഴേ ഒരു സാമ്പ്രദായിക രീതി എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം പോകാൻ അവർ തയ്യാറല്ല. ഒരു ഭാഗത്ത് അവർ ജീവിതത്തിൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന പല തിന്മകളും അവരിപ്പോൾ ചെയ്യുന്ന ഈ ഇബാദത്തുകളും വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം അവർക്ക് തന്നെ കാണാൻ സാധിക്കും. ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എത്രമാത്രം സമയമാണ് അവർ ചെലവഴിക്കുന്നത്. അതേസമയം ഇപ്പോൾ അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന എത്രയോ കാര്യങ്ങളിൽ അവർ വ്യാപൃതരാവുന്നുണ്ട്. പലപ്പോഴും അവർക്കിത് തോന്നിത്തുടങ്ങിയിരിക്കും, എന്ത് ഇതിൽ നിന്നൊക്കെ മാറി ശരിയായ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാർഗത്തിലേക്ക് പോകണമെന്ന്. പക്ഷേ അവരുടെ ഇച്ഛകൾ അവരെ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ പ്രത്യേകിച്ച് മരണം മുതൽ അങ്ങോട്ടുള്ള സമയങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഒന്ന് ഇതിലുമൊക്കെ നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നന്നായി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ അവർക്കുണ്ടായേക്കാം. അതുകൊണ്ട് ഈ വിഷമങ്ങളിലൊന്നും താങ്കൾ നിരാശരാവേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.